ഇത് 28 വർഷം മുമ്പുള്ള സാരി അത് എൻ്റെ ഉമ്മാൻ്റെ. അപ്പോൾ ഉമ്മാൻ്റെ കല്യാണ സാരിയിൽ ഞാൻ ഒരുങ്ങണമെന്ന് ഞാൻ ഈ സാരി കണ്ട അന്ന് മുതൽ എനിക്ക് ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഒരു ട്രെൻഡായി, അതിൻ്റെ കൂടെ ഞാനും പോയി, അത്രേ ഉള്ളൂ. അല്ല, അറേഞ്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്ഡ് ആണ്, പക്ഷെ ഒരു ലവ് കം അറേഞ്ച്ഡ് അങ്ങനെയാണ്. എനിക്കറിയണ സത്യസന്ധമായിട്ട് പറഞ്ഞോ. അതിനെന്താ അനുവിനെ പറ്റി പറയുകയാണെങ്കിൽ അനു ശരിക്കും എൻ്റെ ഒരു സിസ്റ്റർ സ്ഥാനത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഫസ്റ്റ് ഡോക്ടറാണ് അനു. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അഭിമാനമുണ്ട്. പിന്നെ അവളുടെ ഈ ഒരു വെഡിങ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു സ്വപ്ന ദിവസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനൊക്കെ എനിക്ക് ലീവ് ഇല്ലാത്തതും ലീവ് ഉണ്ടാക്കിയിട്ട് ഈ കല്യാണം കൂടാനായിട്ട് വന്നതാണ്. അൻസാന്റെ ലൈഫിലെ ഏറ്റവും വലിയ മൂമെന്റ് ആണ്. ഓളെ ഏറ്റവും ആഗ്രഹിച്ച ലൈഫാണ്. നല്ലപോലെ അറിയുന്ന ആളാണ്. അത്ര അറിയുന്ന ആളായത് കൊണ്ട് തന്നെ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാ കാര്യത്തിലും. ഡ്രസ്സിൻ്റെതായാലും ഇവന്റ്സും ഒക്കെ ഓള് എത്രയോ മാസങ്ങൾക്ക് മുന്നേ ഓള് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിരിക്കണേ. വീട്ടിലില്ലാത്ത ടൈമില് നമ്മൾ 4 പേര്, ഞാന്, ഉമ്മ, ഒരു സൈലന്റ് മോഡിലാണ് സംഭവം. ഇവിടെ വരുമ്പോഴാണൊന്ന് വൈബ്രന്റ് ആരും ഒന്ന് ഉഷാറാവും. അതാണ് എനിക്ക് അല്ലാണ്ട് വേറൊന്നും മിസ് ചെയ്യൂല. വൈബ്രന്റ് മോഡ് തന്നെ മിസ് ചെയ്യാൻ പോകും. എനിക്ക് പറയാനുള്ളത് എന്റെ പെങ്ങള് എന്ന് പറഞ്ഞത് എനിക്ക് എന്തും ഇവരോട് പറയാ, അങ്ങനെ മറയൊന്നുമില്ല ഞങ്ങളമ്മില്. പിന്നെ അവൻ പറഞ്ഞാരി എല്ലാത്തിനും സപ്പോർട്ടാണ്. നമ്മൾ എന്ത് കാര്യത്തിലും അപ്പനോടായാലും പറയണമെങ്കിലൊക്കെ ഇവരോട് പറഞ്ഞാൽ അവള് റെഡി ആയി തരും. കോളേജിൽ വരെ പോയി, സ്കൂളിൽ വരെ പോയി. ഞങ്ങളുടെ ഫാമിലിത്തെ എല്ലാവരും ഫേവറേറ്റ് ആളാണ്. ഫസ്റ്റത്തെ ആളാണ്. മാത്രമല്ല എപ്പോഴെങ്കിലും കിട്ടുള്ളൂ. എല്ലാവർക്കും അൻതാത്തക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അൻതാത്തന. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ വരുന്ന ഓരോ ബെസ്റ്റ് മൊമെന്റ്സ് അവൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഗ്രേറ്റ് ആക്കാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ പ്രഗ്നന്റ് ആയപ്പോഴും അതേപോലെ തന്നെ മോനുണ്ടായപ്പോഴും ഇവളാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നിയത്. വൈഹി. അപ്പോൾ അവന് നേരെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഓപ്പോസിറ്റാണ്. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അവന് നേരെ ഓപ്പോസിറ്റ്, ഒരു ഭയങ്കര കാം, ഒരു ക്വൈറ്റ് പേഴ്സണാണ്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ആദ്യം സംസാരിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ആ ടൈപ്പ് അത് ഒരു ചിൽ ടൈപ്പാണ്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഐ തോട്ട് എനിക്ക് ചിലപ്പം അങ്ങനത്തെ ഒരു പേഴ്സൺ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, കുറച്ചും കൂടി നല്ലതായിരിക്കും. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടില് ലൈക്ക് വീട്ടുകാരൊക്കെ ലൈക്ക് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴൊക്കെ അവനെ കാണും, മീറ്റ് ചെയ്യും. അപ്പൊ ഞങ്ങളൊരു നല്ല ഫ്രണ്ട് സർക്കിളായിരുന്നു. ലൈക്ക് അപ്പൊ വീട്ടുകാരൊക്കെ നമ്മളിങ്ങനെ പുറത്തു പോകും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ വീട്ടിൽ പ്രസന്റ് ചെയ്തപ്പോ
ആളെ അവർക്ക് നല്ലോണം അറിയാം. അപ്പോൾ നോക്കാം എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ അവന്റെ വീട്ടിലായിരുന്നു. ഫാദർ കുറച്ച് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ ഒരു ഇഷ്യൂ വരുമെന്ന്. പക്ഷെ അവരും ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. അങ്ങനെ വേഗം എല്ലാം വേഗം. എൻ്റെ മൂത്ത മോളാണ് ഹനു. അവളെ കല്യാണമാണ് നാളെ നടക്കാൻ പോണത്. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അവളെ കല്യാണം. മോള് എല്ലാ കാര്യങ്ങളും നമ്മോട് തുറന്നു പറയുന്നൊരു വ്യക്തിയാണ്. എല്ലാ കാര്യം അവളെ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എല്ലാ കാര്യവും നമ്മോട് തുറന്നു പറയും. അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഒരു 4-5-6 വർഷത്തോളമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ ആ ഒരു ജീവിതമാണ് ഇപ്പം ഒന്നും മറച്ചു വെക്കാറില്ല. Heartbeat in the quiet, spotlight in an empty room, a song in the silence, my dreams come into view, a light in the dark, the brightest star, my beginning. നിങ്ങളുടെ മകൾ അനൂനാശ എന്നവരെ ഈ പറയപ്പെട്ട മഹർവാരം നിങ്ങളെനിക്ക് നിക്കാഹ് ചെയ്ത് പ്രണയാക്കി ഭാര്യയാക്കി കൂട്ടിത്തന്നതിന് നിങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു. Came and changed everything.